ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയ്സ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിന്റെ ദാസൻ MG രാജൻ ആസാം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. കണ്ണുനീരും ദുഃഖവും നിരാശയും പൂർണ്ണമായി മാറിടും ദിനം വരും. കണ്ണുനീരും ദുഃഖവും നിരാശയും പൂർണ്ണമായി മാറിടും ദിനം വരും. അന്നു പാടും ദൂതർ മധ്യേ ആർത്തു പാടും ശുദ്ധരും ഇത്രത്തോളം യഹോവ സഹായിച്ചു. അന്നു പാടും ദൂതർ മധ്യേ ആർത്തു പാടും ശുദ്ധരും ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്കയിൽ നിന്നെന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്കയിൽ നിന്നെന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ദൈവതിരുനാമം മഹത്വപ്പെടുവാനിടയാകട്ടെ. മലാക്കി പ്രവാചക പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം. നിങ്ങളെൻ്റെ യാഗപീഠത്തിന്മേൽ മലിനഭോജനം അർപ്പിക്കുന്നു. എന്നാൽ നിങ്ങൾ ഏതിനാൽ ഞങ്ങൾ നിന്നെ മലിനമാക്കുന്നു എന്ന് ചോദിക്കും. ഇവിടെ പുരോഹിതന്മാർ യാഗപീഠത്തിന്മേൽ മോശമായത്, ദൈവം പ്രസാദിക്കാത്തത്, ദൈവം ഇഷ്ടപ്പെടാത്തത്, ആർക്കും വേണ്ടാത്തത് അർപ്പിക്കുന്നു എന്ന് നാം ചിന്തിക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിച്ചു. പ്രിയമുള്ളവരെ, അവർ മലിനമായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ മോശമായിട്ടുള്ളത് ദൈവത്തിന് അർപ്പിക്കുകയാണ്. 2 കാര്യങ്ങളാണ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്. 1, അവർ മോശമായതിനെ അർപ്പിച്ചു. 2, ആർക്കാണ് അവർ അർപ്പിച്ചത് എന്നുള്ളതാണ്. ദൈവം പറയുന്നു, എൻ്റെ യാഗപീഠത്തിന്മേൽ. അപ്പോൾ യാഗപീഠം ദൈവത്തിൻ്റേതാണ്. അർപ്പിക്കുന്നത് ദൈവത്തെ ഭക്തിയോടെ സേവിക്കേണ്ടുന്ന, ഭയപ്പെട്ട് സേവിക്കേണ്ടുന്ന ജനമാണ്. ദൈവസന്നിധിയിൽ നിൽക്കുന്ന പുരോഹിതന്. പക്ഷേ ഈ പുരോഹിതന് ദൈവത്തോടുള്ള ഭയവും ബഹുമാനവും നഷ്ടപ്പെട്ടതിൻ്റെ ഫലമായി അവൻ അർപ്പിക്കുന്നത് വാസ്തവത്തിൽ മലിനമായിട്ടുള്ളതാണ്. ഈ മലിനമായിട്ടുള്ളത് ദൈവത്തിന് ഇവർ അർപ്പിക്കുമ്പോൾ അവരുടെ ആ മനോഭാവം നാം ഒന്ന് വായിച്ചെടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. കഴിഞ്ഞ ആഴ്ച ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ ലേവ്യ പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യത്തിൻ്റെ ഒടുവിൽ കേടും കുറവും ഉള്ളതുകൊണ്ട് അവയാൽ നിങ്ങൾക്ക് പ്രസാദം ലഭിക്കുകയില്ല എന്ന്. 20-ാം വാക്യത്തിൽ വായിക്കുന്നത്, ഊനമുള്ള യാതൊന്നിനെയും നിങ്ങൾ അർപ്പിക്കരുത്, അതിനാൽ നിങ്ങൾക്ക് പ്രസാദം ലഭിക്കുകയില്ല. അപ്പോൾ ഊനമുള്ളതിനെ അർപ്പിക്കരുത്, അതുകൊണ്ട് പ്രസാദം ലഭിക്കുന്നില്ല. കേടും കുറവുമുള്ളത് അർപ്പിക്കരുത്, അവിടെയും പ്രസാദം ലഭിക്കുന്നില്ല. എന്നിട്ട് ദൈവം പറയുന്നത്, പ്രസാദം ലഭിക്കത്തക്ക വിധത്തിൽ വേണം അർപ്പിക്കാൻ. അപ്പോൾ ആരാ പ്രസാദിക്കേണ്ടത്? ദൈവമാണ്. സ്വർഗത്തിലെ ദൈവം പ്രസാദിക്കുന്ന യാഗമാണ് അർപ്പിക്കേണ്ടത്. ദൈവം പ്രസാദിക്കുന്ന നിലകളിലായിരിക്കണം നാം ശുശ്രൂഷ ചെയ്യേണ്ടത്. നമുക്കറിയാം, നോഹ ജലപ്രളയത്തിന് ശേഷം വിശുദ്ധമായതിനെ ദൈവത്തിന് യാഗമർപ്പിക്കുമ്പോൾ ദൈവം അതിൻ്റെ സൗരഭ്യം മണക്കുകയാണ്. ദൈവം അതിൻ്റെ സൗരഭ്യം മണക്കുന്നു എന്ന് നാം അവിടെ വായിക്കുകയാണ്. പ്രിയമുള്ളവരെ, സ്വർഗത്തിലെ ദൈവം നമ്മെ, അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി ശുദ്ധീകരിക്കേണ്ടതിന് കറ, ചുളുക്കം മുതലായത് ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് തന്നെത്താൻ അവൾക്ക് വേണ്ടി
ഏൽപ്പിച്ചു കൊടുത്തു എന്ന് എഫേസ്യർക്കെതിരെ ലേഖനം 5-ാം അധ്യായം 26-27 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുക. നോക്കണം, അപ്പോൾ കേടുള്ളതിനെ അർപ്പിച്ചാൽ ദൈവം പ്രസാദിക്കുകയില്ല. മുടന്തുള്ളതിനെ അർപ്പിച്ചാൽ ദൈവം പ്രസാദിക്കുകയില്ല. ഇപ്പം കേടില്ലാത്ത മുടന്തില്ലാത്തവരാക്കി ദൈവം നമ്മെ തീർത്തിരിക്കുക. അതാണ് എഫേസ്യ ലേഖനത്തിൽ വായിക്കുന്നത്. എന്താണ്? കറ ചുളുക്കം മുതലായത് ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. കറ ചുളുക്കം മുതലായത് ഒന്നുമില്ലാതെ സഭ നിഷ്കളങ്കമായി ശുദ്ധയും നിഷ്കളങ്കയുമായി ഇരിക്കേണ്ടതിനായിട്ട്. നോക്കണേ, അപ്പോൾ ഇന്ന് ദൈവത്തെ ആരാധിക്കുന്ന സഭ അഥവാ ദൈവമക്കൾ, ദൈവജനം കറയും ചുളുക്കവും ഒന്നുമില്ലാതെ ശുദ്ധയും നിഷ്കളങ്കയുമായി തേജസ്സോടെ ദൈവസന്നിധിയിൽ നിന്ന് ദൈവത്തെ ആരാധിക്കാൻ ദൈവം ആഗ്രഹിക്കുക. കർത്താവ് നമ്മെ തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ ക്രൂശിലെ മരണമുഖാന്തരം നമ്മുടെ മേലുണ്ടായിരുന്ന സകല പാപത്തിൻ്റെ കറയും ചുളുക്കവും യേശുക്രിസ്തു ഒഴുക്കിയ ചോര മുഖാന്തരം കഴുകി ശുദ്ധീകരിച്ച് വെടിപ്പാക്കി നിർമ്മലീകരിച്ച് ശുദ്ധയും നിഷ്കളങ്കയുമായി നമ്മെ നിർത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മെ നിർത്തിയിരിക്കുമ്പോൾ ദൈവത്തെ ആരാധിക്കാനായിട്ട് നാം കടന്നു വരുമ്പോൾ നാം അർപ്പിക്കുന്ന ആരാധന, സ്തോത്രം, അതെങ്ങനെയുള്ളതായിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. എന്താ ദൈവം ആഗ്രഹിക്കുന്ന ആരാധന? ദൈവം നമ്മെക്കുറിച്ച് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ആരാധന എന്താണ്? അത് മലിനമായിട്ടുള്ള ആരാധനയല്ല. അങ്ങനെ ഒരു ആരാധനയ്ക്ക് വേണ്ടിയല്ല നാം കൂടേണ്ടത്. ഒരാരാധന നാം ദൈവസന്നിധിയിൽ അർപ്പിക്കുമ്പോൾ, അല്ലയോ പ്രിയരേ, അതേറ്റവും ദൈവപ്രസാദമുള്ളതായിരിക്കും. സ്തോത്രം. നാം എന്തെങ്കിലും അർപ്പിച്ചിട്ട് പോവുക എന്ന് ഒരു പരിപാടിയല്ല നടത്തേണ്ടത്. ഞായറാഴ്ചയായല്ലോ, സഭയിലേക്ക് പോകണമല്ലോ, അല്ലെങ്കിൽ മറ്റുള്ളവരെന്ത് വിചാരിക്കും, സഭക്കാരെന്ത് വിചാരിക്കും, ദൈവദാസന്മാരെന്ത് വിചാരിക്കും, മൂപ്പന്മാരും ശുശ്രൂഷകരും ചോദിച്ചു തിരക്കി വീട്ടിൽ വരികയില്ലയോ, അതുകൊണ്ട് പോയേക്കാം, പോയി ഇരുന്ന് കൊടുത്തേക്കാം. നോ, അങ്ങനെയല്ല. അതിൽ ദൈവം പ്രസാദിക്കുന്നില്ല. ഊനമുള്ളതാണ്, ഒരുക്കമില്ലാതെ പോകുന്നത്, താല്പര്യമില്ലാതെ പോകുന്നത്, ശരിയായിട്ടുള്ള വിശുദ്ധിയില്ലാതെ പോകുന്നത്. ഇവിടെ പറയുകയാണ്, ദൈവം അതിൽ പ്രസാദിക്കുന്നില്ല. അപ്പോൾ നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവം പ്രസാദിക്കുന്ന ആരാധന അർപ്പിക്കണം. അതിനായിട്ട് നമ്മെ തന്നെ ഒരുക്കി വിശുദ്ധിയോടെ ദൈവസന്നിധിയിൽ കടന്നു ചെന്ന് യാതൊരു ഊനമില്ലാത്ത വിധത്തിൽ നമ്മുടെ കുറവുകളെല്ലാം ഏറ്റുപറഞ്ഞുപേക്ഷിച്ച്, പാവങ്ങളെ ഏറ്റുപറഞ്ഞുപേക്ഷിച്ച്, ഏറ്റവും വിശുദ്ധിയോടും തയ്യാറെടുപ്പോടും സന്തോഷത്തോടും ആത്മനിറവോടും ഒരുക്കത്തോടും സമർപ്പണത്തോടും താഴ്മയോടും പവിത്രതയോടും കൂടെ നാം കടന്നു ചെന്ന് ദൈവത്തെ ആരാധിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുക. അങ്ങനെ നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ ആ ആരാധനയിൽ ദൈവം പ്രസാദിക്കുന്നു. കാരണം അതിൽ ഊനമില്ല എന്നുള്ളത്. മലിനമല്ലത്. പല ആളുകളും സഭാളിൽ പോയിരുന്ന് ഉറക്കമാണ്. ഉറങ്ങാൻ കിട്ടുന്നൊരു സ്ഥലമായിട്ടാണ് പലർക്കും സഭാഹാളുകൾ. ആരാധന സമയം വിശ്രമിക്കാനുള്ള സമയമായിട്ടാണ് പലരും കാണുന്നത്. എത്ര സങ്കടമാണെന്നറിയാവോ. സ്വർഗത്തിലെ ദൈവം നമ്മുടെ ആരാധന സ്വീകരിപ്പാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി സഭാമധ്യ സഭാഹാന്തൻ വന്നിരിക്കുമ്പോൾ അവിടെ ഇരുന്ന് ഉറക്കം തൂങ്ങുന്ന വിശ്വാസിയെ
നിന്റെ ആരാധനയിൽ ദൈവത്തിന് പ്രസാദമില്ല. പല കാര്യങ്ങൾ ചിന്തിച്ച്, വീട്ടിലെ കാര്യങ്ങളും നാട്ടിലെ കാര്യങ്ങളും വേണ്ടതും വേണ്ടാത്തതും ചിന്തിച്ച് ദൈവവുമായിട്ട് യാതൊരു ബന്ധമില്ലാതെ മറ്റെന്തോ കാര്യത്തിൽ ആലോചനയോടെ കുത്തിയിരിക്കുന്ന പ്രിയ സഹോദര സഹോദരി, നീ അർപ്പിക്കുന്നത് മലിനമാണ്. നിന്റെ ആരാധനയിൽ ദൈവത്തിന് പ്രസാദമില്ല. പാപങ്ങളെ ഏറ്റുപറയാതെ, കഴിഞ്ഞ ദിവസം വരെയും ജീവിതത്തെ ശുദ്ധീകരിക്കാതെ, അതേ അനുഭവത്തിലൂടെ വന്ന കുറവുകൾ ഏറ്റുപറയാതെ, ചെറുതോ വലുതോ അതെല്ലാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാതെ, വിശുദ്ധി കൂടാതെ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് യാതൊരു ഭയവും കൂടാതെ ഭക്തിയും കൂടാതെ അവിടെ കുത്തിയിരിക്കുമ്പോൾ സഹോദര സഹോദരി, നീ അർപ്പിക്കുന്നത് മലിനമാണെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു. നാം എത്ര ഭയത്തോടുകൂടിയാണ് ദൈവസന്നിധിയിൽ ഇരിക്കേണ്ടത്, എത്ര ഭക്തിയോടുകൂടിയാണ് ദൈവസന്നിധിയിൽ ഇരിക്കേണ്ടത്. പല ആളുകളും ഒരു ഒരുക്കവുമില്ലാതെയാണ് ദൈവസന്നിധിയിൽ കടന്നു വരുന്നത്. ഒരു മൃഗത്തെ യാഗം കഴിപ്പിക്കണമെങ്കിൽ, യാഗമർപ്പിക്കണമെങ്കിൽ അതിന് എത്രമാത്രം ശ്രദ്ധയോടെ നോക്കി കണ്ട് അതിനെ പരിശോധിച്ച് എല്ലാ കുറവുകളും ഒരു കുറവും അതിലില്ല എന്ന് കണ്ടെത്തി എല്ലാ നിലകളിലും ഇത് ഓക്കെയാണെന്ന് മനസ്സിലാക്കിയ ശേഷമാ അതിനെ അർപ്പിക്കാനായിട്ട് കൊണ്ടുവരുന്നത്. ആരാധനയ്ക്ക് വരുന്ന പ്രിയ സഹോദര സഹോദരി, ഞാൻ എല്ലാ നിലകളിലും കുറവുകളെല്ലാം പരിഹരിച്ച് എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ, അയ്യോ ഊനമില്ലാത്തതായി ദൈവത്തെ ആരാധിക്കാൻ കഴിയണമെന്ന് ആ നിലകളിൽ ഒരുക്കത്തോടു കൂടിയാണോ കടന്നു വന്നിരിക്കുന്നത്? അങ്ങനെയല്ലെങ്കിൽ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, അതിൽ ദൈവത്തിന് പ്രസാദമില്ല, അതിൽ ദൈവത്തിന് പ്രസാദമില്ല. ഇവിടെ പറയുകയാണ്, നിങ്ങൾ എൻ്റെ യാഗപീഠത്തിന്മേൽ മലിനഭോജനം അർപ്പിക്കുന്നു. നാം ദൈവത്തിൻ്റെ യാഗപീഠത്തിന്മേൽ മലിനഭോജനം അർപ്പിക്കുകയാണ്. മലിനമായത്, ദൈവത്തിന് വേണ്ടാത്തത്, ദൈവം വെറുക്കുന്നത്, ദൈവത്തിന് താല്പര്യമില്ലാത്തത്, ദൈവം പ്രസാദിക്കാത്തത്, ദൈവം തള്ളിക്കളയുന്നത് അർപ്പിച്ചിട്ട് നാം എന്തോ ചെയ്തു എന്ന മനോഭാവത്തിൽ മടങ്ങിപ്പോവുകയാണ്. അതിൽ ദൈവത്തിന് പ്രസാദമുണ്ടായില്ലയോ ചിന്തിക്കുന്നില്ല. ഇന്ന് ചിന്തിക്കാൻ ദൈവം താങ്കളെ സഹായിക്കട്ടെ. താങ്കൾ അർപ്പിച്ച ആരാധനയിൽ ദൈവം പ്രസാദിച്ചോ ഇല്ലയോ? ഒരു നിമിഷം ചിന്തിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ.